ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ബി ഹാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള പടം ആമസോൺ പ്രൈമിലൂടെ മാർച്ച് 14 പുറത്തിറങ്ങുമെന്ന് അറിയിച്ചു. പിന്നെ റിച്ചാർഡ് ഋഷി എന്ന് പറഞ്ഞ ആളുടെ ദ്രൗപദി 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ ഇന്നലെ പറഞ്ഞ ഒരു പടത്തിന് അനൗൺസ്മെന്റ് ഉണ്ടാവുന്നുള്ള സഞ്ജയ് ദത്തൊക്കെ ഉള്ള ഒരു പടം. ആ പടത്തിന്റെ പേര് ദ ബൂട്ട്നി എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഏപ്രിൽ 18 പടം റിലീസാകുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള കവിനും ആൻഡ്രിയ ജെർമിയും അഭിനയിക്കുന്ന പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് വരുന്നതായിരുന്നു. അപ്പോൾ കവിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. 2 പോസ്റ്റേഴ്സാണ് കവിന്റെ വന്നിട്ടുള്ളത്. പിന്നെ ആൻഡ്രിയ ജെർമിയുടെ വന്നിട്ടുണ്ട്, അത് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ രണ്ടാക്കാരും കൂടി നിന്നിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, അതും കാണിക്കാം. പിന്നെ ഡി നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള സന്താനത്തിന്റെ പടത്തിലത്തെ കിസ്സ 47 എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങുന്നു പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ പെല്ലിക്കണി പ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ നിന്ന് ഹാപ്പി ശിവരാത്രി എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പെണ്ണ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള നിഖില വിമൽ മെയിൻ കഥാപാത്രമായിരുന്ന പടത്തിന്റെ പൂജ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കേണ്ടത്. അതും പിന്നെ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ പടത്തിന് 30 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. അതിന്റെ ഹാപ്പി മഹാശിവരാത്രി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. പിന്നെ അപ്പോൾ എന്ന് പറഞ്ഞാൽ റീ റിലീസിന് വരികയാണ് മാർച്ച് 14. അപ്പോൾ അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ കമൽഹാസനും തൃശ്ശും കൂടിയുള്ള ഒരു കോൺവെർസേഷൻ ചാറ്റുമായിട്ട് സംഭവം പുറത്തിറങ്ങിയിട്ടുണ്ട്. വേറെ ഉള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ബരണ്ടാക്കാനും ഉത്തരം പറയേണ്ടത് എന്നുള്ള രീതിയിലാണ്. എന്തായാലും കാണണം എന്നുള്ളവർക്ക് കണ്ടുവെക്കാം. പിന്നെ ഇടി മഴ കാറ്റ് എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ചെമ്പൻ വിനോദ് ജോസിന്റെ പേര് പെരുമാൾ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി ശ്രീനാഥ് ബാസിന്റെ പേര് അജിത് സാർ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ പൂജ ഡബിന്റെ പേര് സൗഗത എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ സെന്തിൽ കൃഷ്ണയുടെ പേര് SI സജിത് കുമാർ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മച്ചാന്റെ മലക എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇന്നാണ് റിലീസിന് എത്തുന്നത്. അപ്പോൾ സേവ് ദ ഡേറ്റ് എന്നുള്ള രീതിയിലൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കേരള തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അത്യാവശ്യം തിയേറ്റേഴ്സിലൊക്കെ വരുന്നുണ്ട് എന്തായാലും പടം. പിന്നെ ശബ്ദം എന്ന് പറഞ്ഞ പടത്തിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഒരു സ്നേക്ക് വീക്ക് ഇന്നലെ 7 മണിക്ക് വന്നിട്ടുണ്ട്. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ വരാൻ പോവാണ് ഈ മാർച്ച് 1 അത് അറിയിച്ചുകൊണ്ടൊരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഡെവിൽ എന്ന് പറഞ്ഞ ദർശന്റെ പടത്തിൽ നിന്ന് ടീസർ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അതിന്റെ ടീസർ തീം പുറത്തിറക്കിയിട്ടുണ്ട് അവർ. പിന്നെ ചാവ എന്ന് പറഞ്ഞ പടം തെലുങ്ക് ഡബിൽ മാർച്ച് 7 തിയേറ്ററിലേക്ക് വരാൻ പോവാണ്. അപ്പോൾ അതിന്റെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ തൽവാർ എന്ന് പറഞ്ഞ പടത്തിന്റെ ഓഡിയോ ഗ്ലിംസ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ആകാശ് ജഗന്നാഥ് അഭിനയിക്കുന്ന പടമാണ്. പിന്നെ മാഡ് സ്ക്വയർ എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ പുറത്തിറങ്ങിയതും അത് 11 മില്യൺ പ്ലസ് വ്യൂസോ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്രുതിഹാസനും മാർക്ക് റോബിയും അഭിനയിക്കുന്ന പടം ഇതായി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ 2 പോസ്റ്റേഴ്സ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വേണൂസ് ഇൻഫോർടൈൻമെന്റ് പടത്തിന്റെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ട്. കുമാര സംഭവം എന്നാണ് പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ടൈറ്റിലേക്ക് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബാലാജി മുരുകദോസിന്റെ അടുത്ത പടത്തിന്റെ അനൗൺസ്മെന്റ് STR നടത്തുന്നു പറഞ്ഞായിരുന്നു. എന്തായാലും അത് വന്നിട്ടുണ്ട്. റണ്ണർ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. 2 പോസ്റ്റേഴ്സാണ് കിട്ടിയിട്ടുള്ളത്, 2 ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതിന്റെ മോഷൻ പോസ്റ്റേഴ്സും വന്നിട്ടുണ്ട്. പിന്നെ 10 Hours എന്ന് പറഞ്ഞിട്ടുള്ള ഏപ്രിൽ 2025 റിലീസ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഡേറ്റ് അറിയിച്ചിട്ടില്ല കറക്റ്റ്. പിന്നെ അട്ടുൽ ഇന്ത്യ മൂവീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ നമ്പർ 2 അനൗൺസ് ചെയ്തിരിക്കുകയാണ്. യോഗി ബാബു ആണ് ഇതിൽ മെയിൻ കഥാപാത്രമായിരുന്നത്. പിന്നെ മിത്യ എന്ന് പറഞ്ഞ ഒരു ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. മാർച്ച് 7 പടം റിലീസാവുക. പിന്നെ ലോർഡ് ഓഫ് ദ റിംഗ്സിന്റെ ദ വീൽ ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് അതിന്റെ പുതിയ സീസൺ വരാൻ പോവാണ്. 3ാമത്തെ സീസൺ ആണെന്ന് തോന്നുന്നുണ്ട്. അത് ഈ ആമസോൺ പ്രൈമിലൂടെ മാർച്ച് 13 റിലീസാവുന്നത് അറിയിച്ചു. പിന്നെ ജെന്റിൽ വുമൺ എന്ന് പറഞ്ഞിടത്തിലത്തെ ആശയ നായിക എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങുന്നു പറഞ്ഞിരുന്നു. സെക്കൻഡ് സിംഗിൾ അത് വന്നിട്ടുണ്ട്. പിന്നെ മിനി സ്റ്റുഡിയോയുടെ പ്രൊഡക്ഷൻ നമ്പർ 13 അതിൽ കിഷൻ ദാസ്, ശിവാത്മിക, രാജശേഖർ, അർഷദ് ഖാൻ, VTV ഗണേഷ് ഇവരൊക്കെയാണ് മെയിൻ കഥാപാത്രം എത്താനുള്ള അറിയിച്ചിട്ടുണ്ട്. സാരംഗ് ത്യാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഡയറക്ഷൻ ചെയ്യുന്ന പടം. മ്യൂസിക് ചെയ്യുന്നത് സിദ്ധു കുമാറാണ്. എന്തായാലും അതിന്റെ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ഈ സിനിമ ടിക്കറ്റിന്റെ ഭയങ്കര സംഭവത്തിലാണ് അവർ അനൗൺസ്മെന്റ് വരുത്തിയിട്ടുള്ളത്. പിന്നെ പരമശിവൻ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഓഡിയോ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ട്രെൻഡ് മ്യൂസിക് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പടത്തിൽ നിന്നും മഹാശിവരാത്രി വിഷയതുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. ട്രെയിലർ പടത്തന്നെ ഉണ്ടാവുന്ന രീതിയിലും അറിയിച്ചിട്ടുണ്ട്. പിന്നെ നിറം മാറുമുലകിൽ എന്ന് പറഞ്ഞ പടത്തിന്റെ സെക്കൻഡ് സിംഗിൾ ഇന്ന് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്നുള്ള അറിയിച്ചിട്ടില്ല. പിന്നെ കൂര എന്ന് പറഞ്ഞ പടത്തിന്റെ 2 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ക്രൈസ്കി എന്ന് പറഞ്ഞ പടത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ എന്നാണ് വരുന്നത് പറഞ്ഞിരുന്നു. അതിന് 7 മണിക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അത് ശിവകാർത്തികനായിരിക്കും ലോഞ്ച് ചെയ്യാന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ജി പ്രകാശിന്റെ പടമാണ്. പിന്നെ അഭിലാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈജു ഗ്രൂപ്പ് മെയിൻ കഥാപാത്രം എത്തുന്ന പടം. ആ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പടത്താണ് വന്നത് എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ നട്ടായിട്ട്. അപ്പോൾ എന്തായാലും ഇതിലത്തെ തട്ടത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു അജ്ഞാതവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏപ്രിൽ 11 റിലീസ് ആവുന്നത് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ചാൻസ് എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രൊമോ ഇന്ന് വരും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട് പടത്തിന്റെ. പിന്നെ നാനിന്റെ ദ പാരഡൈസ് എന്ന് പറഞ്ഞ പടത്തിന്റെ അപ്ഡേറ്റ് വരുന്നുണ്ട് പറഞ്ഞിട്ട് മാർച്ച് 3. അപ്പോൾ അതിന്റെ എഡിറ്റിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്ലിംസാണ് ഇറക്കി വിടാൻ പോകുന്നതുണ്ട്. അപ്പോൾ അതിന്റെ എഡിറ്റിംഗ് വർക്കിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ലക്കി ഭാസ്കർ ഒരു റെക്കോർഡ് നേടിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ നെറ്റ്ഫ്ലിക്സിൽ ആദ്യമായിട്ടാണ് ഒരു സൗത്ത് ഇന്ത്യൻ ഫിലിം 13 ആഴ്ചകളായിട്ട് ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള റെക്കോർഡ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ലക്കി ഭാസ്കറിന് സ്വന്തമായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. മോഹൻലാലും ശ്രീനിവാസനും ഒക്കെ ഒന്നിച്ചേക്കുന്ന ഒരു ഫോട്ടോ ആണ്. എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. പിന്നെ വിപിൻ ദാസും മോഹൻലാലും കൂടിയിട്ട് ഒരു പടം ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട്. ഏകദേശം കൺഫേം ആവുന്ന രീതിയിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പടം ആശീർവാദും അതേമാതിരി വേറൊരു പ്രൊഡക്ഷൻ കമ്പനിയും കൂടിയിട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള കേൾക്കുന്നുണ്ട്. പിന്നെ LTM വരാൻ എന്ന പടത്തിന്റെ ഭാഗത്ത് നിന്ന് 2 ക്യാരക്ടർ പോസ്റ്റേഴ്സാണ് വരാനുണ്ടായിരുന്നത്. അതിലിപ്പോൾ ഒന്ന് വന്നിട്ടുണ്ട് ഇന്നലെ രാവിലെ. അത് പൃഥ്വിരാജിൻ്റെയാണ്. ജയദ് മസൂദ് എന്നാണ് ആളുടെ പേര് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പോസ്റ്റർ എന്തായാലും നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. അതിനുശേഷം മോഹൻലാലിൻ്റെ വരിക എന്നുള്ള നമുക്ക് അറിയാവുന്നതാണ്. ഫസ്റ്റ് പോസ്റ്റർ ആയിട്ട് ക്യാരക്ടർ നമ്പർ 1 ആയിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ മോഹൻലാലിൻ്റെ കണ്ണിങ്ങനെ കാണിച്ചിട്ടുള്ളൊരു ഫോട്ടോ പൃഥ്വിരാജ് പങ്കുവച്ചിരുന്നു. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതിനുശേഷമാണ് പോസ്റ്റർ വന്നത്. ഇന്നലെ വൈകിട്ടാണ് വന്നത്. എന്തായാലും മോഹൻലാൽ ഖുറൈഷി അബ്രാം അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ക്യാരക്ടർ പോസ്റ്റർ ഇറക്കിയിട്ടുള്ള പോസ്റ്ററിന്റെ കണ്ണിന്റെ ഭാഗമാണ് ആൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജ്. എന്തായാലും ഈ പോസ്റ്റർ നന്നായിട്ടുണ്ട്. ആളുടെ വീഡിയോ
നന്നായിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും ഈ പടത്തിൽ സർപ്രൈസ് ആയിട്ട് ആരോ വരാണ്ട്, അതൊന്നും അറിയിച്ചിട്ടില്ല. അത് സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ക്യാരക്ടർ പോസ്റ്ററിലൊന്നും വരാത്തത്. എന്തായാലും ആരോ നല്ല പടം കാണുമ്പോൾ പറയാം. പിന്നെ ഈ പടം ട്രിലോജി ആയിട്ടാണ് പ്ലാൻ ചെയ്യണമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 ഭാഗമായിട്ട്. പിന്നെ കൺഫേം ആയതാണ്. ഇപ്പോൾ ഈ മോഹൻലാൽ ചെയ്ത വീഡിയോയിലും 3 എന്നുള്ള ആൾ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ടോക്സിക് എന്ന് പറഞ്ഞ പടം യശിൻ്റെ അടുത്ത് വരാൻ പോണ പടമാണ്. ഗീതു മോഹൻദാസാണ് പടം എടുക്കുന്നത്. ആ പടത്തിൻ്റെ ബഡ്ജറ്റായി മുന്നേ പറഞ്ഞിട്ടേക്കും 300 കോടി ആ ലെവലിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കേൾക്കുന്നത് 500 to 650 കോടിയുടെ അടുത്തേക്ക് ബഡ്ജറ്റ് വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. പ്ലാൻ ചെയ്ത പോലെ എല്ലാവരുടെ കാര്യങ്ങളൊക്കെ പോകണം തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ബഡ്ജറ്റ് കൂടിയിട്ടുണ്ടാവുക. പിന്നെ SSMB 29 സൂപ്പർ സ്റ്റാർ മഹേഷാബിൻ്റെ SS രാജമൗലി എടുക്കുന്ന പടം. അവിടത്തിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഹൈദരാബാദിലൊരു അലുമിനിയം ഫാക്ടറിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കഴിയാനായിരിക്കും ഏകദേശം. അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ SSMB 29 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസ് മീറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് അപ്ഡേഷനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കണ്ടറിയാം എന്തൊക്കെ വരാൻ പോകുന്നുള്ളത്. പിന്നെ NTR നീൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. NTRന്റെ 31ാമത്തെ പടമാണ്. പ്രശാന്ത് നീൽ എടുക്കുന്ന പടം. അതിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ അടുത്ത് തുടങ്ങി എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഷെഡ്യൂളിൽ എന്തായാലും ആൾ ജോയിൻ ചെയ്തിട്ടില്ല. അടുത്തതിലാണ് ആൾ ജോയിൻ ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്കും ടൈറ്റിലും ഈ മെയ് 20 വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ NTRന്റെ ബർത്ത്ഡേ ആണ് ഈ മെയ് 20. അപ്പോൾ അന്ന് വരും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. പിന്നെ പരശക്തി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഒരു ഫോട്ടോ കിട്ടിയെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഫോട്ടോ കൂടി വന്നിട്ടുണ്ടായിരുന്നു. ശിവാർത്തേനും അദർവിയും രവിമോഹനും കൂടിയിട്ട് ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ. എന്തായാലും ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ഷെഡ്യൂൾ ഇനി ശ്രീലങ്കയിലാണെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അതേമാതിരി ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഈ മെയ് മാസത്തോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മിക്കവാറും ആ സമയത്തിന് തന്നെ കഴിയുമെന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ജയിലർ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം. അതിൻ്റെ അനൗൺസ്മെന്റ് ഒക്കെ പടത്താണ് വന്ന് കിട്ടുന്ന അനൗൺസ്മെന്റ് വീഡിയോ തന്നെയായിരുന്നു. എന്തായാലും ഈ പടത്തിൽ ശിവരാജ് കുമാർ ഉണ്ടാവും എന്നുള്ള ചോദ്യങ്ങളൊക്കെ കുറേ ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ ശിവരാജ് കുമാർ ഉണ്ട് എന്നുള്ളതിനാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. ആൾക്ക് 14 ദിവസത്തിനുള്ളൊരു ഷൂട്ടാണ് ഉള്ളതെന്നാണ് കേൾക്കുന്നത്. അതിനുള്ള കോൾ ഷീറ്റൊക്കെ ഇട്ട് എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ആൾ ഈ പടത്തിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ആളുടെ ലാസ്റ്റത്തെ സീനൊക്കെ ഗംഭീര സാധനം തന്നെയായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടും അതേമാതിരി ഗംഭീര സാധനം തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ സൂര്യ 45 എന്ന് പറഞ്ഞിട്ടുള്ള പടം. RJ ബാലാജി എടുക്കുന്ന പടമാണ്. ഈ പടത്തിൻ്റെ അടുത്ത ഷെഡ്യൂൾ എന്ന് വെച്ചാൽ മാർച്ച് ഫസ്റ്റ് വീക്കിൽ ആയിട്ടൊരു ഷെഡ്യൂൾ തുടങ്ങുന്നുണ്ട്. ആ ഷെഡ്യൂളിൽ ദൃശ്യം സൂര്യയും ഉള്ള ഷൂട്ടുകൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും തുടങ്ങട്ടെ. പടത്തിൻ്റെ ഷൂട്ടിംഗ് മിക്കവാറും ഈ മാർച്ചോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. മാർച്ച് ലാസ്റ്റോട് കൂടിയിട്ട് ചിലപ്പോൾ കണ്ട് നീളാനും ചാൻസ് ഉണ്ട്. എന്തായാലും സെപ്റ്റംബറിലൊക്കെ ആയിട്ടാണ് പടത്തിൻ്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നത് ഈ വർഷം തന്നെ. പിന്നെ ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള അജിത് കുമാറിൻ്റെ പടം. അവിടത്തിൻ്റെ ടീച്ചർ വരാൻ പോവാണ് ഫെബ്രുവരി 28. അപ്പോൾ അതിൻ്റെ ഒരു അനൗൺസ്മെന്റ് വീഡിയോ വന്നിട്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു അത്. എന്തായാലും ടീച്ചറും ഗംഭീരമാവും തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ടീച്ചറിൻ്റെ ഡ്യൂറേഷനായി പറഞ്ഞു കേൾക്കുന്നത് 1 മിനിറ്റും 34 സെക്കൻഡാണ്. പിന്നെ കൂലി എന്ന് പറഞ്ഞിട്ടുള്ള രജനീകാന്തിൻ്റെ പടം. ലോകസേനരാജ് എടുക്കുന്ന പടമാണ്. ഇതിൽ സൗബിൻ ഷായർ ഉണ്ട്, സത്യരാജ് ഉണ്ട്, ശ്രുതിഹാസ് ഉണ്ട്, നാഗാർജുൻ ഉണ്ട്, ഉപേന്ദ്ര ഉണ്ട്. ഇവരൊക്കെയാണ് മെയിൻ കഥാപാത്രമായിട്ട് ഇവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ പടത്തിൻ്റെ ടീച്ചർ 2 ആഴ്ചയുടെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കേട്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു പോസ്റ്റർ ഉണ്ട് എന്ന് വെച്ചാൽ റിവീലിംഗ് ടുമാറോ എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഇവർ റിവീലിംഗ് ടുമാറോ എന്ന് വെച്ചാൽ ഇന്നലെ ഇട്ടിട്ടുള്ള പോസ്റ്ററാണിത്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ 11 മണിക്കാണ് ഇവർ റിവീൽ ചെയ്യുന്നത്. എന്താണെന്നുള്ള അറിയില്ല. മിക്കവാറും പൂജാക്കിൻ്റെ അതിലുണ്ട് എന്നുള്ള രീതിയിലാണോ ഇനിയിപ്പോൾ അടുത്ത പാട്ടിൻ്റെ ആണെന്നുള്ള അറിയില്ല. പാട്ടിൻ്റെ ആണെങ്കിൽ ടീച്ചർ ഈ 2 ആഴ്ചയുടെ ഉള്ളിലൊന്നും വരില്ല, പാട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. എന്തായാലും ഈ പോസ്റ്റ് കാണുമ്പോൾ മനസ്സിലാണ്ട് പൂജാക്കിൻ്റെ എന്നുള്ളത്. എന്താ റിവീൽ ചെയ്യുന്നുള്ള അറിയില്ല. മിക്കവാറും പാട്ടാവാനാണ് ചാൻസ്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ തലവതി വിജയ് നായകനെത്തുന്ന ജനനായകൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് അടുത്തായിട്ട് തുടങ്ങുന്ന ഒരു ഐറ്റം സോങ്ങിൻ്റെ ഇതാണെന്നുള്ളതാണ് കേൾക്കുന്നത്. അതിൽ ശ്രുതിഹാസനായിരിക്കും വിജയുടെ കൂടെ ഡാൻസ് കളിക്കാൻ ഉണ്ടാവുക എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ, കണ്ടറിയാം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിളിക്കാൻ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.